السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده. أما بعد، أعوذ بالله من الشيطان الرجيم. والله أخرجكم من بطون أمهاتكم لا تعلمون شيئا فجعل لكم السمع والأبصار والأفئدة لعلكم تشكرون. മന സഹോദര സഹോദരിമാരെ, ശ്രോതാക്കളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ സുദൈസ് ചർച്ച ചെയ്തതായ വിഷയം അള്ളാഹുവിൻ്റെ വിശാലമായ നിഅമത്തുകളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചുമാണ്. നാം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നതായ വിശാലമായ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഈമാന് കൊണ്ട് ആരംഭിച്ച് നമ്മുടെ ജീവിതം അവസാനിക്കുന്നത് വരേക്കും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന വിശാലമായ അനുഗ്രഹങ്ങൾ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ് രൂപപ്പെടുത്താൻ പറ്റാത്തതാണ്. ഏറ്റവും വലിയ നിഅമത്ത് അത് നിഅമത്തുൽ ഈമാൻ. നിഅമത്തുൽ ഈമാൻ, വേറൊരു ഭാഷയിൽ നിഅമത്ത് തൗഹീദ്. സുദൈസ് അതിനെ ഊന്നിപ്പറയുകയും ചെയ്തു. കാരണം ലോകത്തിലെ ആസകലം പലരിലും ഇല്ലാത്തതും നഷ്ടപ്പെട്ടു പോയതുമായ ഒന്നാണ് ഈമാൻ. ബഹുഭൂരിപക്ഷം ലോകത്ത് ജീവിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷം അള്ളാഹു ഇറക്കിയതായ ഖുർആനുമായി ദൂരപ്പെട്ടു നിൽക്കുന്നവരും അള്ളാഹു ഇറക്കിയതായ തൗഹീദുമായി അകലെ നിൽക്കുന്നവരും അള്ളാഹു ഇറക്കിയതായ ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ വിശദീകരിച്ചു തന്നതായ മനഹജിൽ നിന്നിട്ട് വിട്ടു നിൽക്കുന്നവരുമാണ് ബഹുഭൂരിപക്ഷം. അത് വളരെ കയ്പുള്ള യാഥാർത്ഥ്യവും പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തതായ യാഥാർത്ഥ്യവുമാണ്. ആ യാഥാർത്ഥ്യത്തിലേക്ക് ജനങ്ങൾക്ക് എത്താൻ സാധിച്ചാൽ ഉമ്മത്ത് മുഹമ്മദ്, ഉമ്മത്തു ദഅവയാവട്ടെ, ഉമ്മത്തുൽ ഇസ്തിജാബയാവട്ടെ, എല്ലാ രൂപത്തിലുള്ളതായ ഉമ്മത്ത്, മുസ്ലിങ്ങളാവട്ടെ അമുസ്ലിങ്ങളാവട്ടെ, ഈ വിശുദ്ധ മതം ലോകത്തോട് കൽപ്പിക്കുന്ന വിശാലമായ ഈ അനുഗ്രഹം, ഈമാനാകുന്ന അനുഗ്രഹം, അതിൻ്റെ വെയിറ്റ് എത്രമാത്രമുണ്ട് എന്നതും അതിലൂടെ അവർക്ക് ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങൾ എത്രമാത്രമുണ്ട് എന്നതും അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ എല്ലാ പ്രയാസത്തിൽ നിന്നിട്ടും രക്ഷപ്രാപിക്കാൻ അതിലൂടെ സാധിക്കുമെന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ നിഅമത്തു തൗഹീദിനെ കുറിച്ച് വളരെ വളരെ ശക്തിയായ ഭാഷയിൽ സംസാരിക്കുകയും ഊന്നിപ്പറയുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ സൃഷ്ടിക്കാൻ തന്നെ കാരണം അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യനെയും ജിന്നിനെയും ഞാൻ സൃഷ്ടിച്ചിട്ടേ ഇല്ല എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ, തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടിയല്ലാതെ, തൗഹീദ് അനുസരിച്ചിട്ട് ജീവിക്കാൻ വേണ്ടിയല്ലാതെ. അള്ളാഹു ഏകനാണ്. ആ ഏകനായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു മാത്രമാണ് ലോകത്തിന്റെ മുദബ്ബിർ. അവനെ മാത്രമാണ് നാം ഭയപ്പെടേണ്ടത്, അവന് മാത്രമാണ് നാം കീഴ്വണങ്ങേണ്ടത്, അവന്റെ കൽപ്പന മാത്രമാണ് നാം നമ്മുടെ ജീവിതത്തിൽ നാം ഫിറ്റാക്കേണ്ടത്, നടപ്പാക്കേണ്ടത്. അവനെ അനുസരിച്ചുകൊണ്ട്, അവന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് മാത്രമാണ് നാം ഇവിടെ ജീവിക്കേണ്ടത് എന്ന ആ പ്രധാനപ്പെട്ട പോയിന്റിലേക്ക്, പ്രധാനപ്പെട്ട തത്വത്തിലേക്ക് ഉമ്മത്തുൽ ഇജാബക്കും ഉമ്മത്തുൽ ദഅവക്കും എത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അവർ വിജയിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെയുള്ള ഏറ്റവും വലിയ നിഅമത്താകുന്നതായ ആ ഈമാൻ ഒരു മനുഷ്യൻ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ അവൻ വിജയിയായി മാറുകയും ചെയ്യുന്നു. പണ്ടിവിടെ മദീനയിൽ വെച്ചിട്ട് ഖന്തഖ് യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ മുസ്ലിങ്ങൾ അഥവാ ഇസ്ലാമിന്റെ മുമ്പന്മാരായ മുഹാജിറുകളും അൻസാറുകളും വല്ലാഹി ലൗലല്ലാഹു മഹ്തദൈന വലാ തസദ്ദഖ്ന വലാ സല്ലൈന എന്ന് പദ്യം ചൊല്ലിയതായ സന്ദർഭം ഇവിടെ സ്മരണീയമാണ്. അള്ളാഹുവിനെ തന്നെയാണ് സത്യം. അള്ളാഹുവാണ് നമ്മെ ഈ ഹിദായത്തിലേക്ക്, ഈ സൽമാർഗത്തിലേക്ക്, ഈ നമസ്കാരങ്ങളിലേക്ക്, ഈ ഈമാനിലേക്ക്, ഈ ആദർശത്തിലേക്ക് നയിച്ചത് എന്ന്. ആ അള്ളാഹു നയിച്ചതായ ഈ ഈമാനും ഈ ആദർശവും എന്താണെന്ന് ക്ലിയറായി വ്യക്തമായി മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്താനും, അത് രാഷ്ട്രത്തിൽ പകർത്തുവാനും, അത് വ്യക്തി സാമൂഹിക സാമ്പത്തിക ജീവിതത്തിൽ പകർത്തുവാനും, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അത് നടപ്പാക്കുവാനും മനുഷ്യരാശി തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ ഭൂമിയിൽ വെച്ചിട്ട് തന്നെ സ്വർഗീയ ജീവിതം നയിക്കാൻ സാധിക്കുന്നതും. പണ്ടൊരു കാലഘട്ടത്തിൽ ഇവിടെ ഉമ്മത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വരവേൽപ്പിന് ശേഷം ഈ തൗഹീദ് നടപ്പാക്കിയതായ സന്ദർഭത്തിൽ അന്നും ബഹുഭൂരിപക്ഷം തൗഹീദിന്
വിപരീതം ജീവിക്കുന്നവരായിരുന്നു എന്നതോടൊപ്പം തന്നെ ഈ തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടി അള്ളാഹു റസൂൽ പരിശ്രമിച്ചതായ മക്കയിലും മദീനയിലും അതിന്റെ പരിസരത്തിലും ഇസ്ലാം ഉദ്ദേശിക്കുന്ന മക്ക ഇമാം എന്ന് വിശദീകരിച്ചതായ ആ വിശാലമായ അമ്നും അമാനും ഇവിടെ ഉണ്ടായി എന്നതൊരു പച്ചപ്രമാർത്ഥവും യാഥാർത്ഥ്യവും ലോകം കണ്ടതും തെളിയിച്ചതും സ്ഥിരീകരിച്ചതുമായ യാഥാർത്ഥ്യവും ആണ്. ആർക്കും എതിർക്കാൻ പറ്റാത്തതായ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് മക്ക ഇമാമ് തൗഹീദ് എന്നതായ നിഅമത്തിനെ എണ്ണി പറഞ്ഞ ഉടനെ തന്നെ ആ നിഅമത്തിനോട് തുടർന്നുണ്ടാകുന്നതായ മറ്റൊരു നിഅമത്താണ് സുരക്ഷിതത്വം. ഈ സുരക്ഷിതത്വം ഇസ്ലാം ലോകത്തിന് സമ്മാനിച്ചതായ ഒരു നിധിയാണ്. ഈ സുരക്ഷിതത്വം അവർക്ക് ലഭിക്കാൻ, അവരുടെ ശരീരത്തിനെ സംരക്ഷിക്കാൻ, അവരുടെ അർവാഹകളെ സംരക്ഷിക്കാൻ, അവരുടെ ജീവിതത്തെ ആസകലം സംരക്ഷിക്കാൻ സാധിക്കുന്നതായ എല്ലാ ചുറ്റുപാടുകളും എല്ലാ അന്തരീക്ഷങ്ങളും ഖുർആൻ അവർക്ക് വെറഞ്ഞുകൊടുത്തു. ഖുർആന്റെ വിശദാംശമാകുന്ന സുന്നത്ത് അവർക്ക് വെറഞ്ഞുകൊടുത്തു. അത് പ്രവർത്തിച്ച് നമ്മുടെ അനുശേദ്യ നേതാവായ കണ്ണായ കരളായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലും മദീനയിലും പരിസരത്തിലുമായിട്ട് ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ ട്രെയിനിങ് നൽകി. അവരുടെ ബാക്കിൽ ജീവിച്ചതായ, അവരുടെ കൂടെ ജീവിച്ചതായ സഹാബാക്കളിലൂടെ അത് ലോകം കണ്ടതാണ്. ഏകദേശം നമുക്കറിയാവുന്നതുപോലെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിലേക്ക് 10-30 വർഷങ്ങൾ കഴിയുമ്പോൾ തന്നെ ഈ പ്രകാശത്തിന്റെ, ഈ സുരക്ഷിതത്വത്തിന്റെ, ഈ തൗഹീദിന്റെ വിജയ പതാക പറപ്പിക്കപ്പെടുകയും അവിടെയെല്ലാം വ്യാപകമാവുകയും ചെയ്തു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അനിവാര്യമായ, നമ്മിൽ നിന്നിട്ട് ബഹുഭൂരിപക്ഷത്തിന് ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയതായ, ലോകത്തിലെ നാനാ തുറകളിലും നഷ്ടപ്പെട്ടു പോയ ആ സുരക്ഷിതത്വം അത് വീണ്ടെടുക്കാനും അത് മടക്കിയെടുക്കുവാനും നമുക്ക് സാധിക്കണമെങ്കിൽ തൗഹീദിലേക്ക് മടങ്ങിയാലേ തീരൂ എന്നതാണ് മക്ക ഇമാം ഊന്നി പറഞ്ഞത്. അത് അതിനപ്പുറമുള്ളതായ ആ സുരക്ഷിതത്വമാകുന്നതായ ആ നിഅമത്തിന് ഏറ്റവും വലിയ കാരണം അത് തൗഹീദ് സ്ഥാപിക്കലാണ്. കാരണം ഏകനായ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു അവന്റെ കഴിവ് കൽപ്പിലൂടെയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. അവനാണ് നമ്മെ നിയന്ത്രിക്കുന്നത്, അവനാണ് നമ്മെ പരിപാലിക്കുന്നത്, അവനാണ് നാം ആരാധിക്കാൻ അർഹൻ. ആ ആരാധിക്കാൻ അർഹനായ ആ റബ്ബിനോട് മാത്രമാണ് നാം പ്രാർത്ഥിക്കേണ്ടത്, അവന് മാത്രമാണ് നാം എല്ലാം സമർപ്പിക്കേണ്ടത്. ഇന്ന സലാത്തി വനുസുക്കി, എന്റെ എല്ലാ പ്രാർത്ഥനകളും എല്ലാ നമസ്കാരങ്ങളും എന്റെ നേർച്ചകളും അതുപോലെ തന്നെ എന്റെ അറവുകളും എല്ലാം അള്ളാഹുവിന് മാത്രമാണ്. എന്റെ മുഴുവൻ ജീവിതം അതുപോലെ തന്നെ എന്റെ മരണം എല്ലാം അള്ളാഹുവിന് മാത്രമാണ് എന്നതായ തത്വം പണ്ട് തന്നെ നമ്മുടെ നേതാക്കൾ പറഞ്ഞ തത്വം, ഖുർആനിൽ നമ്മളോട് പറയാൻ വേണ്ടി നമ്മുടെ ദൂതരിലൂടെ നമ്മളോട് കൽപ്പിക്കപ്പെട്ട തത്വം, അത് നടപ്പാക്കി കഴിഞ്ഞാൽ അതാണ് യഥാർത്ഥത്തിൽ തൗഹീദ് സ്ഥാപിക്കുക എന്നത്. അത് ലോകത്തിൽ ബഹുഭൂരിപക്ഷത്തിൽ ഇല്ലാത്തതും ബഹുഭൂരിപക്ഷം കേൾക്കുമ്പോൾ നമുക്ക് കേട്ട് പരിചയമുള്ളതാണ്, അറുപ്പും വെറുപ്പും ഉണ്ടാകുന്നതുമായ ഒന്നാണ്. എങ്കിലും യാഥാർത്ഥ്യം അവിടെയാണ് നിലകൊള്ളുന്നത്, യാഥാർത്ഥ്യം അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മക്ക ഇമാം തുടർന്നു, നമുക്ക് ആ തൗഹീദാകുന്നതായ നിധി, ആ തൗഹീദാകുന്ന നിഅമത്ത് നമ്മുടെ ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ ആ നമുക്ക് ലഭിക്കുന്നതായ മഹാനേട്ടമാണ് അൽ അംനു വൽ അമാനി എന്നതായ സുരക്ഷിതത്വം എന്നത് നാം ഇവിടെ തുറിച്ച് കണ്ടതാണ്, നാം ഇവിടെ പ്രവർത്തനത്തിലൂടെ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ തൗഹീദ് സ്ഥാപിക്കുന്നതായ രാഷ്ട്രങ്ങളിൽ, ഈ തൗഹീദ് സ്ഥാപിക്കുന്നതായ മേഖലകളിൽ അവിടെയെല്ലാം മനുഷ്യന്മാർക്ക് സുരക്ഷിതത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുന്നു, അംന് ലഭിക്കുന്നു, അമാന് ലഭിക്കുന്നു. അവിടെ ഇൻതിഹാർ ഉണ്ടാകുന്നില്ല. സ്വശരീരത്തെ കൊല്ലുക എന്നത്, ആത്മഹത്യ ചെയ്യുക എന്നത് കുറയുന്നു. എന്തുകൊണ്ടാണ്? അള്ളാഹുലുള്ള വിശ്വാസം, കെട്ടുറപ്പുള്ള വിശ്വാസം വരുമ്പോൾ അവനാണ് ഖാലിഖ്, അവനാണ് റാസിഖ്, അവനാണ് മുദബ്ബിർ, അവനാണ് നമ്മെ സൃഷ്ടിച്ചത്, അവന്റെ തീരുമാനമാണ് ഇവിടെ നടക്കേണ്ടത്, അവന് അനുസരിച്ചിട്ടാണ് നാം ഇവിടെ ജീവിക്കേണ്ടത്, അവന് സർവ്വതും നാം സമർപ്പിക്കണം എന്ന തത്വത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇൻതിഹാർ ഉണ്ടാകുന്നതല്ല, പിന്നെ അവിടെ ശരീരത്തെ വധിക്കുക എന്നത് സംഭവിക്കുന്നതല്ല. ലോകത്തിൽ പലയിടങ്ങളിലും വ്യാപകമായി ഇപ്പോൾ കാണുന്നത് പോലെ. അതുപോലെ തന്നെ കള്ളു പോലത്തതായ ലഹരി പദാർത്ഥങ്ങൾ വ്യാപകമാകുമ്പോൾ ഇസ്ലാം വിരോധിച്ച, ആ ഇസ്ലാം ഉദ്ദേശിക്കുന്ന സുരക്ഷിതത്വത്തിന് കളങ്കം വരുത്താൻ കാരണമായി തീരുന്നതായ ആ ലഹരി പദാർത്ഥങ്ങൾ വ്യാപകമാകുന്നതായ സന്ദർഭത്തിൽ പലയിടങ്ങളിലും ആ സുരക്ഷിതത്വത്തിന് ഘടകവിരുദ്ധമായ ജീവിതം ജീവിക്കേണ്ടി വരുന്നത് എപ്പോഴാണ്? ഈ ലഹരി പദാർത്ഥങ്ങൾ വ്യാപകമാകുന്നതായ മേഖലകളിലും ചുറ്റുപാടുകളിലുമാണ്. അപ്പോൾ
അപ്പോൾ ഇസ്ലാം നടപ്പാക്കുമ്പോൾ, തൗഹീദ് നടപ്പാക്കുമ്പോൾ, ഈമാൻ ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ അത്തരം അപകടത്തിലിട്ട് മോചിക്കാൻ സാധിക്കുന്നു എന്നത് മറ്റൊരു പച്ചപ്പരമാർത്ഥമാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരഞ്ഞ ലൈനാകുന്ന ആ സുന്നത്ത് അത് നടപ്പാക്കി കഴിഞ്ഞാൽ, ബിദ്അത്തിനോട് ഒഴിവാക്കി കഴിഞ്ഞാൽ, സുന്നത്ത് നടപ്പാക്കി കഴിഞ്ഞാൽ നമുക്ക് സുരക്ഷിതത്വം വീണ്ടെടുക്കാൻ സാധിക്കുന്നതാണ്. അല്ലാഹുവിന്റെ റസൂലിന് സാധിച്ചതുപോലെ, സഹാബാക്കൾക്ക് സാധിച്ചതുപോലെ, 1, 2, 3 നൂറ്റാണ്ടിൽ ജീവിച്ച നമ്മുടെ സലഫ് സാലിഹ്യങ്ങൾക്ക് സാധിച്ചതുപോലെ അവരെല്ലാം ആ സുന്നത്ത് മുഹമ്മദിനെ നടപ്പാക്കിയപ്പോൾ, അവരുടെ ചര്യ അനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ചപ്പോൾ അവർക്ക് സുരക്ഷിതത്വമുള്ള ജീവിതം ഭൂമിയിൽ തന്നെ ജീവിക്കാൻ സാധിച്ചു എന്നത് പരമാർത്ഥമാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വാണിംഗ് നൽകുകയുണ്ടായി. അന്നഹു മൻ യഇശ് മിൻകും, എന്റെ ശേഷം നിങ്ങൾ കൂടുതൽ ജീവിക്കുകയാണെങ്കിൽ, അടുത്ത കാലഘട്ടങ്ങളിൽ അവസാന കാലഘട്ടമാകുന്ന സന്ദർഭത്തിൽ ഫസയറ ഇഖ്തിലാഫൻ കതീറ, ധാരാളം ഭിന്നിപ്പുകൾ നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുന്നതാണ്. തൗഹീദിൽ നിന്നിട്ട് ജനങ്ങൾ അകലുന്ന സന്ദർഭത്തിൽ, അപ്രകാരം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതായ മക്ക ഇമാം സൂചിപ്പിച്ചതായ ആ മൻഹജു സലഫിൽ നിന്നിട്ട് അകലുന്ന സന്ദർഭത്തിൽ ഇവിടെ ഇഖ്തിലാഫ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഫസയറ ഇഖ്തിലാഫൻ കതീറ, അങ്ങനെയുള്ളതായ ഭിന്നിപ്പുകൾ വ്യാപകമായി കൊണ്ടേയിരിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് അതിന് പ്രതിവിധി കണ്ടെത്താൻ, അങ്ങനെയുള്ള അപകടത്തിൽ നിന്നിട്ട് മോചിക്കാനുള്ളതായ മാർഗം കണ്ടെത്താൻ നമ്മളോട് പറഞ്ഞത് ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ ശരീരം മുറുകെ പിടിക്കുക. ഫഅലൈക്കും ബിസുന്നതി, എന്റെ ശരീരം നിങ്ങൾ മുറുകെ പിടിക്കുക. അഥവാ ബിദ്അത്ത് ഒഴിവാക്കുക, സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. ബിദ്അത്തായി ലോകത്ത് വരുന്ന ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്ന എന്തെല്ലാം അനാചാരങ്ങളുണ്ടോ, അത് വിശ്വാസപരമായ ആദർശപരമായ എല്ലാ ഇപ്പോൾ ലോകത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്നതായ അനാചാരത്തിലേക്ക് മക്ക ഇമാം സൂചന നൽകുകയുണ്ടായി. അങ്ങനെയുള്ള അനാചാരങ്ങൾ അത് പല രൂപത്തിൽ വിശ്വാസപരമായ കാര്യത്തിൽ കടന്നു വരുന്നതായ അനാചാരങ്ങളുണ്ട്. അത് കാരണത്താൽ ചിലപ്പോൾ ജനങ്ങൾ ഇസ്ലാമിൽ നിന്നിട്ട് തന്നെ ഗേറ്റൗട്ടായി പോകാൻ, ഇസ്ലാമിൽ നിന്നിട്ട് തന്നെ പുറത്തു പോകാൻ കാരണമായി തീരുന്നു. അതെന്തിലൂടെയാണ്? ഷിർക്കിലൂടെയാണ്. അപ്പോൾ ഷിർക്ക് എന്നത് ഏറ്റവും വലിയ ബിദ്അത്താണ്, ഏറ്റവും മഹാ അപകടം പിടിച്ച ബിദ്അത്താണ്. അള്ളാഹു പുറത്തു തരുകയില്ല എന്ന് തീർത്തു പറഞ്ഞതായ ബിദ്അത്താണ്. ആ ഷിർക്ക് ആകുന്ന ബിദ്അത്ത് അത് യഥാർത്ഥത്തിൽ ഒഴിവാക്കാൻ വേണ്ടി നാം മാത്രം പാടുപെടേണ്ടതല്ല, അതിനുവേണ്ടി നാം പരിശ്രമിക്കേണ്ടതും, അതിന് ഷിർക്കിന്റെ അപകടത്തെ, ഷിർക്കാകുന്ന ആ രോഗത്തിൽ നിന്നിട്ട് ഉമ്മത്ത് മുഹമ്മദിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നാം അതിന് കച്ചകെട്ട് പുറപ്പെടേണ്ടതും, അത് ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കാൻ വേണ്ടി ദായികൾ രംഗത്തിറങ്ങേണ്ടതും, ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ ജനങ്ങൾക്ക് പ്രേരണ നൽകേണ്ടതും പഠിപ്പിക്കേണ്ടതും പണ്ഡിതന്മാരുടെ ബാധ്യതയാണ്, പ്രബോധകന്മാരുടെ ബാധ്യതയാണ്. അതുകൊണ്ട് മക്ക ഇമാം പറയുകയാണ്, നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ആ ഉപദേശം അനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ ഫഅലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. സുന്നത്തുൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, നീതിമാന്മാരായ എന്റെ ശേഷം ജീവിക്കുന്നവരായ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു തആല അൻഹും പോലത്തതായ ആ നീതിമാന്മാരായ നേതാക്കളുടെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. വഅദ്ദു അലൈഹാ ബിൻ നവാജിദ്, നിങ്ങൾ അണപ്പല്ല് കൊണ്ട് നിങ്ങൾ കടിച്ചു പിടിക്കുക എന്ന് മാത്രമല്ല, വയ്യാക്കും മുഹ്ദസാത്തിൽ ഉമൂർ, റസൂൽ തുടരുന്നു, നിങ്ങൾ ബിദ്അത്തുകളെ, മുഹ്ദസാത്തുകളെ, പുതുതായിട്ട് വരുന്നത് എന്തെല്ലാം ഉണ്ടോ, അത് ജന്മദിനാഘോഷമാവട്ടെ, മരണദിനാഘോഷമാവട്ടെ, ഷഅബാനിൽ ഉണ്ടാകുന്നതായ ബിദ്അത്തുകളാവട്ടെ, റജബിൽ ഉണ്ടാകുന്ന ബിദ്അത്തുകളാവട്ടെ, റബീഉൽ അവ്വലിൽ ഉണ്ടാകുന്ന ബിദ്അത്തുകളാവട്ടെ, എല്ലാ മാസങ്ങളിലും എല്ലാ ദിവസങ്ങളിലും ലോകവ്യാപകമായി കൊണ്ടേയിരിക്കുന്നതായ ബിദ്അത്തുകളിലേക്കെല്ലാം റസൂൽ സൂചന നൽകുകയാണ്. റസൂൽ കൊണ്ടുവരാത്തതും ഖുർആനിലില്ലാത്തതും സുന്നത്തിലില്ലാത്തതും സഹാബാക്കൾ ചെയ്യാത്തതും താബിഈങ്ങൾ ചെയ്യാത്തതും മദ്ഹബിലെ ഇമാമുകൾ പറയാത്തതും എഴുതാത്തതും ചെയ്യാത്തതുമായതായ എന്തെല്ലാം അനാചാരമുണ്ടോ അതിലേക്കാണ് സൂചന. നിങ്ങൾ മുഹ്ദസാത്തുകൾ ഒഴിവാക്കണം, മുഹ്ദസാത്തുകളെ നിങ്ങൾ ഒഴിവാക്കണം. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, എല്ലാ പുതുതായിട്ട് വരുന്നതായ, ഞാൻ കൊണ്ടുവരാത്ത, റസൂല് കൊണ്ടുവരാത്തത് എന്തെല്ലാം ഉണ്ടോ ദീനിന്റെ പേരിൽ, അതെല്ലാം ബിദ്അത്താണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തായി ചെയ്യുന്ന ജനങ്ങൾ കൊണ്ടുവരുന്നതായ പുത്തൻ ആശയങ്ങൾ, പുത്തൻ പ്രവർത്തനങ്ങൾ, പുത്തൻ ആദർശങ്ങൾ, പുത്തൻ വിശ്വാസങ്ങൾ, അത് എന്തായിരുന്നാലും വിരോധമില്ല. അത് പണ്ടുള്ള കാലഘട്ടങ്ങളിൽ ഖബർ സിയാറത്ത് മാത്രമാണ് ഉണ്ടായത്. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഖബർ സിയാറത്ത് വ്യാപകമായിട്ട് ഖബർ കെട്ടിപ്പൊക്കലുകളും അതിന്റെ പരിസരത്തിൽ തവാഫ് ചെയ്യലുകളും അതിന് ഉറൂസ് ഉത്സവം എന്ന പേരിൽ അതിന്റെ പരിസരത്തിൽ ആഘോഷങ്ങളും മറ്റും അനാചാരങ്ങളും കൊണ്ടാടലുകളും ജാറം കെട്ടിപ്പൊക്കലുകളും എന്തെല്ലാം പിൻകാലഘട്ടത്തിൽ വന്നുവോ അതെല്ലാം ബിദ്അത്തിന്റെ ഇനങ്ങളിൽപ്പെട്ടതാണ്. വിശ്വാസപരമായ കാര്യത്തിൽ കടന്നുകൂടിയതായ ബിദ്അത്താണ്, മഹാ അപകടം പിടിച്ച ബിദ്അത്താണ് അങ്ങനെയുള്ള ബിദ്അത്തുകളെ കുറിച്ച് റസൂൽ പറയുന്നു, കുല്ലു ബിദ്അത്തിൻ ളലാല,
സർവ്വ ബിദ്അത്തുകളും അത് വഴികേട് തരത്തിലേക്ക് നിങ്ങളെ ചെന്ന് ചേർക്കുന്നതാണ്. എല്ലാ വഴികേടിലേക്ക് ചെന്ന് ചേർക്കുന്നത് അത് നരകത്തിലേക്കാണ് അവസാനം ചെന്ന് ചേരുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് നസായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പ്രത്യേകിച്ച് സ്ഥിരീകരിക്കപ്പെട്ടതായ ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അതുകൊണ്ട് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഇറക്കിയതായ മഹാനിഅമത്താണ് ഈമാനും തൗഹീദും. ആ തൗഹീദും ഈമാനും മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ, ആ തൗഹീദും ഈമാനും അനുസരിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച ജീവിതം, അതാണ് മൻഹജു സലഫ്, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വരച്ചു തന്നതായ സുന്നത്ത്. ആ സുന്നത്തിന്റെ ബേക്കിലാണ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷയുണ്ട്. നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ തന്നെ, ആധുനിക ജീവിതത്തിൽ തന്നെ നമുക്ക് എന്ത് സാധിക്കും? നമുക്ക് ഉള്ളതായ വീഴ്ചനകറ്റുവാനും സുരക്ഷിതത്തോടു കൂടി ജീവിക്കാനും അപകടമില്ലാതെ ജീവിക്കുവാനും ഈമാനിനെ സംരക്ഷിക്കുവാനും നമ്മുടെ പരിസരത്തിൽ അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ചുറ്റുപാട് ലഭിക്കുവാനും എല്ലാം അത് സഹായകമാകുന്നതാണ് തീർച്ചയായിട്ടും. അങ്ങനെയുള്ള ആ വിശാലമായ അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മക്ക ഇമാമ് പറയുകയുണ്ടായി, നിങ്ങൾ ഇതിന് ശുക്ർ ചെയ്യണം. ഈ വിശാലമായ നിഅമത്ത്, ആദ്യം പറഞ്ഞ നിഅമത്ത് അതെന്താണ്? തൗഹീദാകുന്ന ഈമാനാകുന്ന നിഅമത്താണ്. അത് കഴിഞ്ഞാൽ സുരക്ഷിതത്വം, അതുപോലെ അത് കഴിഞ്ഞാൽ സിഹത്ത്, ആരോഗ്യം. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതായ വിശാലമായ ആരോഗ്യം അല്ലാഹു പറയുന്നു ഖുർആനിൽ, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും, മാതാക്കളുടെ പള്ളയിൽ നിന്നിട്ട് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. ലാ തഅലമൂന ശൈഅ, നിങ്ങൾക്കൊന്നും അറിയുകയില്ല, എന്തും അറിയുകയില്ല, നിങ്ങളൊന്നും അറിയാത്തവരായിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. പിന്നെ എന്ത് ചെയ്തു അല്ലാഹു സുബ്ഹാനഹു വ തആല? ഫജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫീദത, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾവി നൽകി, കാഴ്ച നൽകി, ഹൃദയം നൽകി. എന്തിനു വേണ്ടിയാണ്? ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാവാൻ വേണ്ടി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മിൽ നിന്നിട്ട് ആ അല്ലാഹു ചെയ്തു തരുന്നതായ വിശാലമായ അനുഗ്രഹത്തിന്റെ മുമ്പിൽ നാം സമർപ്പിക്കേണ്ടത് എന്താണ്? നന്ദിയാണ്. ആ നന്ദിയെക്കുറിച്ച് ഞാൻ സാധാരണ എന്റെ ക്ലാസ്സിൽ പറയാറുള്ളത് പോലെ ആ വാക്ക് തന്നെ ഇന്ന് മക്ക ഇമാം പറയുകയുണ്ടായി. നാം സമർപ്പിക്കേണ്ടത് നന്ദി പ്രകടനം, അത് പ്രവർത്തനത്തിലൂടെയുള്ള നന്ദി പ്രകടനമാണ്. എന്നിട്ട് മക്ക ഇമാം ഓതുകയുണ്ടായി, അമലു ആല ദാവൂദ ശുക്റ വഖലീലുൻ മിൻ ഇബാദിയ ശകൂർ, ദാവൂദിന്റെ സമൂഹമേ നിങ്ങൾ അല്ലാഹുവിന് ശുക്ർ പ്രവർത്തിക്കുക എന്നാണ് അല്ലാഹു പറഞ്ഞത്. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെ പ്രത്യേകം അല്ലാഹു ഖുർആനിൽ പറയാൻ കാരണം ലോകത്തെ ഏറ്റവും വലിയ രാജകീയത്വവും അനുഗ്രഹവും അല്ലാഹു നൽകിയതായ ഒരു മഹാഭരണകൂടമായിരുന്നു ദാവൂദ് കുടുംബം അഥവാ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ഭരണം. അങ്ങനെയുള്ളതായ നിഅമത്ത് അല്ലാഹു ചെയ്തു കൊടുത്തതായ അവരോട് അല്ലാഹു കൽപ്പിച്ച കൽപ്പന, ദാവൂദിന്റെ കുടുംബമേ നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കുക. എന്തിലൂടെ? അമലിലൂടെ എന്നാണ് കൽപ്പിച്ചത്. അപ്പോൾ നാം ഇവിടെ നന്ദി പ്രകടിപ്പിക്കേണ്ടത് അമലിലൂടെയാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ അമലി ചെയ്തിട്ടാണ് കാണിക്കേണ്ടത് എന്ന് പ്രത്യേകം മക്ക ഇമാം ഊന്നി പറയുകയുണ്ടായി. അപ്പോൾ ഈ വിശാലമായ അനുഗ്രഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പല പല ശൈലിയിൽ മക്ക ഇമാം നമുക്ക് വിശദീകരിച്ചു തരുകയും ചെയ്യുകയുണ്ടായി. സഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി, ഭൂമിയിലുള്ളത് മുഴുവനും നമുക്ക് കീഴ്പ്പെടുത്തി, ആകാശത്തിലുള്ളത് മുഴുവനും, അവിടെ നടക്കുന്നതായ ചലിക്കുന്നതായ സൂര്യനും ചന്ദ്രനും നക്ഷത്രാദികളും ഇതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അവിടെ ചലിച്ചുകൊണ്ടേയിരിക്കുന്നത്. അവിടെ നിറങ്ങുന്നതായ മഴ, അവിടെ നിറങ്ങുന്നതായ നിഅമത്തുകൾ, ഇതെല്ലാം നമുക്ക് വേണ്ടിയാണ്. നമ്മെ സൃഷ്ടിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ ഏകനാക്കാൻ, അവൻ നമുക്ക് ഇറക്കിയതായ ഈ ഈമാനിൽ നാം ഉറച്ചു നിൽക്കാൻ, ഏകനായ അവന് മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുക, അവനെ മാത്രമാണ് ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുക, അവന് മാത്രമാണ് ഞങ്ങൾ നേർച്ചയാക്കുക, അറക്കുക, അവനെ മാത്രമാണ് ഞങ്ങൾ ഹൃദയത്തിന്റെ അകത്തിൽ നിന്നിട്ട് ആരാധനയാകുന്ന ഭയപ്പെടുക, അപ്രകാരം തന്നെ ആരാധനയാകുന്നതായ സ്നേഹം സ്നേഹിക്കുക എന്നീ കാര്യങ്ങൾ, തൗഹീദിന്റെ മജ്ജ, തവക്കുല് ബരമേൽപ്പിക്കുക എന്നീ കാര്യങ്ങളൊക്കെ മക്ക ഇമാം ഡോക്ടർ അബ്ദുറഹ്മാൻ സിദൈസ് അള്ളാഹുവിന്റെ വിശാലമായ നിഅമത്ത് പറഞ്ഞപ്പോൾ ഊന്നിപ്പറഞ്ഞതായ ഭാഗമാണ്. അത് നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം. അത് പ്രവർത്തനത്തിലൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മക്ക ഇമാം അവസാനം ഉണർത്തുകയുണ്ടായി. നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ നിഅമത്താകുന്ന റമളാൻ വരാൻ പോവുകയാണ്. ഈ ശഅബാനിന്റെ പകുതി വരെ നമ്മെ അള്ളാഹു ജീവിപ്പിച്ചു. റമളാൻ വരെ ജീവിപ്പിക്കട്ടെ, റമളാൻ എത്തിച്ചു തരട്ടെ. റമളാനിൽ ചെയ്യേണ്ടതായ അമൽ ചെയ്യാൻ, ഇതൊക്കെ മക്ക ഇമാമിന്റെ വാക്കാണ്. റമളാനിൽ ചെയ്യേണ്ടതായ അമൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അതിൽ ഖിയാമിനു വേണ്ടിയും സിയാമിനു വേണ്ടിയും ഉള്ളതായ ആരോഗ്യവും പുഷ്ടിയും ഉന്മേഷവും ഇഖ്ലാസും എല്ലാം അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് മക്ക ഇമാം പ്രാർത്ഥിക്കുകയുണ്ടായി. ധാരാളം കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും മുഖ്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉണർത്തിയത്. ഈ തൗഹീദാകുന്ന ആ മഹാനിഅമത്ത്, ബിദ്അത്ത് ഒഴിവാക്കുക, സുന്നത്ത് മുറുകെ പിടിക്കുക എന്ന നിഅമത്ത്, അതിലൂടെ ലഭിക്കാൻ പോകുന്നതായ ആ സുരക്ഷിതത്വവും അമ്നും അമാനും, അതൊക്കെ ഈ നാട്ടുകാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ സൗദി അറേബ്യ, ഈ മദീന, ഈ മക്ക, ഇവിടെ ജീവിക്കുന്നവരെല്ലാം 300 കൊല്ലം പരമായിട്ട്
കാലമായിട്ട് ഈ ഭരണകൂടം ഭരിച്ചുകൊണ്ടിരിക്കുന്ന, തൗഹീദ് സ്ഥാപിച്ചുകൊണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അതിനു മുമ്പും ഇവിടെ തൗഹീദ് സ്ഥാപിച്ചുകൊണ്ടേ ഉണ്ടായിരുന്നു. ഈ നാട്ടിന്റെ പ്രത്യേകതയാണ് അൽ മദീനത്തു തംഫി ഖബതഹ, മദീന അതിന്റെ അഴുക്കിനെ ശുദ്ധീകരിച്ചുകൊണ്ടേ ഇരിക്കും. വൽ ഹറമാനി യംഫിയാനി ഖബതഹുമാ, മക്ക മദീന എന്നീ രണ്ട് ഭൂമികൾ അതിൽ ഉണ്ടാകുന്നതായ അനിസ്ലാമിക ചിന്താഗതികൾ, അനിസ്ലാമിക ഖബത്തുകൾ അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധീകരിച്ചുകൊണ്ടേ ഇരിക്കുമെന്നതും ഇന്നൽ ഈമാന യരിസു ഇലൽ മദീനതി കമാ തരിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ, ഈമാനും ഇസ്ലാമും ലോകത്തിൽ നിന്നിട്ട് മുഴുവൻ നശിച്ചാലും അത് സുരക്ഷിതത്തോടു കൂടി സംരക്ഷിക്കപ്പെടുന്നതായ നാട് അത് വിശുദ്ധ മദീനയിലാണ്, ഈ ഹറമയിലാണ് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷവാർത്ത നൽകിയതായ യാഥാർത്ഥ്യമാണ്. സഹോദരന്മാരെ, സഹോദരികൾ, ഇന്ന് മദീനയിൽ ഡോക്ടർ അഹമ്മദ് ബിൻ താലിബ് ഹുമൈദാണ് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ പ്രധാനമായ 3-4 കാര്യങ്ങളാണ് ഉണർത്തിയിട്ടുള്ളത്. ആദ്യമായിട്ട് ഷോർട്ടാക്കുന്ന ഞാൻ നാം പരിപൂർണമായി നമുക്ക് വിജയം നേടിയെടുക്കാൻ, നമ്മുടെ ജീവിതത്തിൽ പരിപൂർണമായ വിജയം നേടിയെടുക്കാൻ ഏറ്റവും അനിവാര്യമായ ഭാഗം ഒന്ന് അൽ ഇസ്തിസ്ലാമു ലില്ലാ, അള്ളാഹുവിന് പരിപൂർണമായിട്ട് നാം കീഴടങ്ങുക എന്നതാണ്. മക്ക ഇമാം പറഞ്ഞതുപോലെ ആദ്യം തൗഹീദിലൂടെ കീഴടങ്ങുക, രണ്ടാമത് അനുസരണത്തിലൂടെ കീഴടങ്ങുക. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അനുസരിച്ചുകൊണ്ട് അവരുടെ മനഹജ് അനുസരിച്ച് അവരുടെ വിവരിച്ചതായ ഖുർആൻ വരച്ചതായ ലൈന്, സുന്നത്ത് വരച്ചതായ ലൈന് അതിലൂടെ ജീവിക്കുക. അതാണ് ആദ്യമായിട്ട് ഇസ്തിസ്ലാമി എന്ന വാക്കുകൊണ്ട് വിവക്ഷ. അവിടെ നിന്ന് നമുക്ക് എന്തില്ല, ഇഷ്ടാനുസരണം ജീവിക്കാം എന്ന ആ തത്വം ഇവിടെ ഇല്ല. റബ്ബുക യഖ്ലുഖു മാ യശാ, അള്ളാഹ് ഇഷ്ടമുള്ളത് സൃഷ്ടിക്കുന്നു, വയഖ്താർ, അവൻ ഇഷ്ടമുള്ളത് ഉണ്ടാക്കുന്നു, ഇഷ്ടമുള്ളത് ചെയ്യുന്നു. അതിലൊന്നും ചോദ്യം ചെയ്യാനുള്ള അധികാരമോ അവകാശമോ സൃഷ്ടികൾക്കില്ല. റബ്ബുക യഖ്ലുഖു മാ യശാ വയഖ്താർ മാ കാന ലഹുമുൽ ഖിയറ, അവർക്ക് ചിന്തിച്ചെടുക്കാനുള്ളതായ അധികാരം അത്തരം കാര്യങ്ങളിലില്ലേ ഇല്ല. അവൻ ഇഷ്ടപ്പെട്ട രൂപത്തിലാണ് നമ്മെ അവൻ സൃഷ്ടിച്ചത്, അവൻ ഇഷ്ടപ്പെട്ട കോലത്തിലാണ് നമ്മെ അവൻ സൃഷ്ടിച്ചത്, അവൻ ഇഷ്ടപ്പെട്ട നാട്ടിലാണ് നമ്മെ അവൻ സൃഷ്ടിച്ചത്, അവൻ ഇഷ്ടപ്പെട്ട ആണായിട്ടാണ് അല്ലെങ്കിൽ പെണ്ണായിട്ടാണ് അവൻ നമ്മെ സൃഷ്ടിച്ചത്. അതിലൊന്നും കൈകടത്താനുള്ള അധികാരമോ അവകാശമോ സൃഷ്ടികൾക്കില്ല എന്ന് മാത്രമല്ല, ഈ ആയത്ത് ഇറങ്ങാൻ തന്നെ കാരണം ഭൂമിയിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു ആർക്ക് അധികാരം കൊടുക്കണം, ആർക്ക് അധികാരം കൊടുക്കാതിരിക്കണം, ആർക്ക് റിസാലത്ത് നൽകണം, ആരെ സെലക്ട് ചെയ്യണം എന്നീ കാര്യങ്ങളിലൊന്നും കൈകടത്താൻ ഒരീദുൽ മുഗീറ പറഞ്ഞുപോലോ. അത് ഈ ആയത്തിറങ്ങാനുള്ള കാരണം പറയുന്ന കൂട്ടത്തിൽ നമ്മുടെ മുഫസ്സിറുകൾ വിവരിക്കുകയാണ്. എന്തേ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദിനെ സെലക്ട് ചെയ്യുന്നതിന് പകരം അദ്ദേഹത്തിനേക്കാളും കഴിവും കൽപ്പുള്ളതായ എത്രയോ ആൾക്കാർ മക്കത്തില്ലേ, തായിഫിലില്ലേ? അതുകൊണ്ട് ഈ 2 ഖറിയത്തയിൽ ഏറ്റവും കൊള്ളുന്നതായ നേതാക്കൾ അവിടെ ഉണ്ടല്ലോ, അവരിൽ നിന്നിട്ട് 2 ആളെ തെരഞ്ഞെടുത്തൂടെ, എന്തേ മുഹമ്മദിനെ തെരഞ്ഞെടുക്കാനെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായ വാക്കായിരുന്നു എന്ത് നാം കേട്ടതായ റബ്ബുക യഖ്ലുഖു മാ യശാ, അല്ലാഹ് ഇഷ്ടമുള്ളത് അല്ലാഹ് സൃഷ്ടിക്കുന്നു, വയഖ്താർ, അല്ലാഹ് ഇഷ്ടമുള്ളത് അല്ലാഹ് സെലക്ട് ചെയ്യുന്നു, മാ കാന ലഹുമുൽ ഖിയറ, സെലക്ട് ചെയ്യാനുള്ള അധികാരം അവർക്ക് ഇല്ലേ ഇല്ല. സുബ്ഹാനല്ലാഹ് വ തആല അമ്മാ യുശ്രികൂൻ, അല്ലാഹ് പരിശുദ്ധനത്രേ നിങ്ങൾ പറഞ്ഞു കൂട്ടുന്നതായ തോന്നിവാസത്തിനെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടമുള്ളത് അവൻ ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ ചെയ്യുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി നൽകുകയുണ്ടായി. അതുപോലെ തന്നെ മാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു സത്യവിശ്വാസിക്കോ സത്യവിശ്വാസിനിക്കോ യോജിച്ചതേ അല്ല. ഇദാ ഖലല്ലാഹു റസൂലുഹു അംറൻ, അല്ലാഹും റസൂലും ഒരു വിധി വിധിച്ചു കഴിഞ്ഞാൽ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം, അവർക്ക് ആ വിഷയത്തിൽ സ്വന്തം ഒരു അധികാരമോ അവകാശമോ ഒരു അഭിപ്രായമോ ഉണ്ടാവുക എന്നത് പാടുള്ളതേ അല്ല. വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന, അല്ലാഹുവിനെയും അല്ലാഹു റസൂലിനെയും ആരെങ്കിലും കൂട്ടാക്കിയില്ലെങ്കിൽ, അവരുടെ കൽപ്പന അംഗീകരിച്ച് ജീവിച്ചില്ലെങ്കിൽ, അവരോട് മാറുകാട്ടുകയാണെങ്കിൽ ഫഖദ് ളല്ല ളലാലൻ മുബീന, അവൻ അങ്ങേയറ്റം വഴിപഴച്ചാളായി, പ്രത്യക്ഷപ്പെട്ട വഴിപഴച്ചാളായി മാറുന്നതാണ് എന്ന് ഖുർആൻ പറയുന്നു. അപ്പോൾ ഏറ്റവും അൻഫഉലിൽ അബ്ദി, ഏറ്റവും അടിമക്ക് അത്യാവശ്യമായ ഫലപ്രദമായ കാര്യത്തിൽപ്പെട്ടതാണ് എന്ത്? ഇസ്തിസ്ലാം. പരിപൂർണമായി അള്ളാഹുവിന് കീഴടങ്ങുക, അള്ളാഹുവിന്റെ കൽപ്പനക്ക് കീഴടങ്ങുക, അവിടെ നിന്ന് ചോദ്യചിഹ്നം വെക്കാതിരിക്കുക. ആ ചോദ്യം ചിഹ്നം വെക്കുന്ന വിഭാഗം യഥാർത്ഥത്തിൽ മക്ക ഇമാം സൂചിപ്പിച്ചിട്ടുണ്ട്. ആരെക്കുറിച്ച്? നിരീശ്വരവാദികളെ കുറിച്ചും ബുദ്ധിപൂജകന്മാരെ കുറിച്ചും നിർമ്മലവാദികളെ കുറിച്ചൊക്കെ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളതായ മതം പൊട്ടി ജീവിക്കുന്നവരുടെ സ്വഭാവമാണ് എന്ത്? അള്ളാഹുവിന്റെ കഴിവ് കൽപ്പന ചോദ്യം ചെയ്യുന്നവരും അള്ളാഹുവിന്റെ തീരുമാനത്തിൽ ചോദ്യം ചെയ്യുന്നവരും. അത് സത്യവിശ്വാസിക്ക് ഒരിക്കലും അരുത്, അവരിൽ നിന്നിട്ട് ഒരിക്കലും ഉണ്ടാവാൻ പാടുള്ളതല്ല.
രണ്ടാമതായിട്ട് മദീന ഇമാം ഉണർത്തിയതാണ് അത്തളർറു ബൈന യദൈഹി, അള്ളാഹുലേക്ക് കീഴ്വണങ്ങുക, എന്നിട്ട് അള്ളാഹുവിനോട് അവന് വേണ്ടതെല്ലാം അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് വിശുദ്ധ ഫുർഖാൻ അളീമിൽ, ഇദാ റകിബു ഫിൽ ഫുൽകി ദഅല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, നാം ആ ഇനത്തിൽപ്പെടാൻ പാടില്ല എന്ന് പഠിപ്പിക്കുകയാണ്. അവരഥവാ മക്കക്കാഫിരീങ്ങൾ കപ്പലിൽ കയറി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അപകടത്തിൽപ്പെടുന്ന സന്ദർഭത്തിൽ മാത്രമാണ് അള്ളാഹുവിലേക്ക് മടങ്ങുക, അള്ളാഹുവിനോട് മാത്രമേ അവരവിടെ പ്രാർത്ഥിക്കാറുള്ളൂ. എന്നിട്ട് ഫലമ്മാ നജ്ജാഹു മിനൽ ബർരി, അവരെ നാം കരയിൽ കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ, കപ്പലിൽ വരാൻ പോകുന്ന അപകടത്തിലിട്ട് അവരെ മോചിപ്പിച്ചു കഴിഞ്ഞാൽ അവർ വീണ്ടും വാല് കുഴലിട്ടതുപോലെ കുഴൽ വലിക്കുമ്പോൾ വാല് വളയുന്ന സമ്പ്രദായമാണ് അവരിൽ ഉണ്ടാകുന്നത്. വീണ്ടും ശിർക്കിലേക്ക് തന്നെ അവർ മടങ്ങുകയും ചെയ്യുന്നു. ആ രൂപമല്ല അള്ളാഹുവിന് നമ്മിൽ നിന്നിട്ട് വേണ്ടത്. നമ്മിൽ നിന്നിട്ട് പരിപൂർണമായി ഏത് സമയത്തും അള്ളാഹുവിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയും അള്ളാഹുവിനോട് ആ തളർറോടുകൂടി കീഴ്വണക്കത്തോടുകൂടി അള്ളാഹുവിനോട് യാചിച്ചുകൊണ്ട് ഇരിക്കേണ്ടതും ആണ് നമ്മളോട് അള്ളാഹു കൽപ്പിച്ചതായ ഭാഗം. മക്കക്കാഫിരിങ്ങളുടെ പ്രവർത്തനത്തിന് ഘടകവിരുദ്ധമായിട്ട് അവര് നമ്മുടെ ബഅസ് വരുന്ന സന്ദർഭത്തിൽ അള്ളാഹുലേക്ക് അവർ മടങ്ങുന്നു, അള്ളാഹുലേക്ക് അവരിൽ നിന്നിട്ട് തളർറു ഉണ്ടാകുന്നു. വലാകിൻ ഖസത്ത് ഖുലൂബുഹും, അങ്ങനെയല്ല വേണ്ടത്. അത് അള്ളാഹു ആശയപാർഹമായ രൂപത്തിലാണ് സംസാരിക്കുന്നത്. നാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നന്മ ചെയ്യുമ്പോഴും നമ്മെ പരിശോധിക്കുമ്പോഴും നമുക്ക് പ്രയാസമുണ്ടാകുമ്പോഴും നമുക്ക് നന്മ ഒലിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്ന സന്ദർഭത്തിലും എല്ലാം ഒരുപോലെ അള്ളാഹുലേക്ക് മടങ്ങിക്കൊണ്ടേ ഇരിക്കേണ്ടതാണ് നാം ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം അള്ളാഹു ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്തിൽ പറഞ്ഞതുപോലെ അവർ ചെയ്യുന്ന ക്രൂരകൃത്യം നല്ലതാണ് എന്ന് അവർക്ക് ഭംഗിയാക്കി കൊടുക്കുന്നതാണ് പിശാചി. ആ ഇനത്തിൽ നാം പെട്ടുപോകാൻ പാടുള്ളതല്ല. മൂന്നാമതായിട്ട് മദീന ഇമാം ഉണർത്തുകയാണ്, നമുക്ക് ഏറ്റവും അംഫആയ, ഏറ്റവും അനുയോജ്യമായ, ഏറ്റവും ഫലം കിട്ടുന്നതായ മാർഗമാണ് നമുക്ക് ഹുസ്നുൽ ദന്നി ബില്ലാഹ്, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിലുള്ള നല്ല ധാരണ ഉണ്ടാവുക, അള്ളാഹുവിനെ കുറിച്ച് തെറ്റിദ്ധരിക്കാതിരിക്കുക. അള്ളാഹു എന്നെ പാഴാക്കി കളയുന്നതല്ല. ഞാൻ ജീവിക്കുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മാ റബ്ബുക ബിളല്ലാമിൽ ലിൽ അബീദ്, അടിമയെ തീരെ അനീതി കാട്ടാത്ത, അള്ളാഹു തീരെ ആക്രമിക്കാത്തതായ നീതിമാനായ നേതാവിനെയാണ് ഞാൻ അനുസരിക്കുന്നത്. ആ നേതാവിന്റെ അടിമയായി ഞാൻ ജീവിക്കുന്ന സന്ദർഭത്തിൽ അവൻ എനിക്ക് തക്കതായ പ്രതിഫലം നൽകുക തന്നെ ചെയ്യും, എന്റെ വീഴ്ചകളൊക്കെ നികറ്റുക തന്നെ ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നല്ല വിശ്വാസം ഉണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിട്ട് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയ ഹദീസിൽ കൂടി വിവരിക്കുകയാണ്, അന ഇൻദ ദന്നി അബ്ദി ബി, എന്റെ അടിമ എന്നെ കുറിച്ച് ധരിക്കും പോലെയാണ്. വഅന മാഹു ഇദാ ദക്കറനി, അവന്റെ കൂടെയാണ് ഞാൻ, എന്നെ അവൻ സ്മരിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴെല്ലാം. ഫഇൻ ദക്കറനി ഫീ നഫ്സി, അവന്റെ ശരീരത്തിൽ അവൻ എന്നെ സ്മരിച്ചു കഴിഞ്ഞാൽ ദക്കർതുഹു ഫീ നഫ്സി, എന്റെ നഫ്സിൽ ഞാൻ അവനെ സ്മരിക്കും. വഇൻ ദക്കറനി ഫീ മലഇൻ, ജനങ്ങളുടെ മുമ്പിൽ അവൻ എന്നെ സ്മരിച്ചാൽ, ജനങ്ങളുടെ മുമ്പിൽ അള്ളാഹുവിനെ പുകഴ്ത്തുകയും വാഴ്ത്തുകയും അള്ളാഹുവിന്റെ നിഅമത്തുകൾ പറയുകയും ചെയ്തു കഴിഞ്ഞാൽ ദക്കർതുഹു ഫീ മലഇൻ ഖൈറും മിൻഹു, അവൻ ഏത് വിഭാഗത്തിന് മുമ്പിലാണ് എന്നെ സ്മരിച്ചത് അതിനേക്കാളും ഉത്തമരായ, ജീവിതത്തിൽ തെറ്റ് തീണ്ടാത്തവരായ മഹാത്മാക്കളായ ആ മലക്കുകളുടെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഖറബീങ്ങളായ അള്ളാഹുവിന്റെ മലക്കുകളുടെ മുമ്പിൽ നമ്മെ സ്മരിക്കും, നമ്മെ പുകഴ്ത്തും, നമ്മെ വാഴ്ത്തും. എന്നിട്ട് ഹദീസിന്റെ തുടർച്ചയിൽ പറയുകയാണ് റസൂൽ, വഇൻ തഖറബ ഇലയ്യ ശിബ്റൻ, എന്റെ അടിമ എന്നിലേക്ക് ഒരു ചാൺ എടുത്താൽ തഖറബ്തു ഇലൈഹി ദിറാഅ, മുഴം അവനിലേക്ക് ഞാൻ അടുക്കുന്നതാണ്. വഇൻ തഖറബ ഇലയ്യ ദിറാഅ, എന്റെ അടിമ എന്നിലേക്ക് ഒരു മുഴം എടുത്തു കഴിഞ്ഞാൽ തഖറബ്തു ഇലൈഹി ബാഅ, ഒരു മാർ അവനിലേക്ക് ഞാൻ അടുക്കുന്നതാണ്. വഇൻ അതാനി യംശി, അവൻ എന്നിലേക്ക് നടന്നു വരികയാണെങ്കിൽ അതൈതുഹു മുഹർവില, അവനിലേക്ക് ഞാൻ ഓടിച്ചെല്ലുന്നതാണ്. അള്ളാഹു അവന്റെ വിശാലമായ അനുഗ്രഹത്തിനെ നമുക്ക് വരഞ്ഞു കാട്ടുന്നതായ ഒരു ശൈലിയാണത്. ആ ശൈലി അനുസരിച്ചിട്ട് അള്ളാഹു എത്രമാത്രം നമ്മളെ അവനിലേക്ക് അടുപ്പിക്കണമെന്ന ആഗ്രഹമുള്ള വ്യക്തിയാണ്, ഏറ്റവും അനുഗ്രഹീത വ്യക്തിയാണ് അടിമയിലേക്ക് എന്നത് ഈ ഹദീസ് നമ്മെ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അവനെ കുറിച്ച് നല്ല ധാരണയാണ് എപ്പോഴും നമ്മളിൽ ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ നാലാമതായിട്ട് മദീന ഇമാം ഉണർത്തിയതായ ഭാഗമാണ് തജ്ദീദു തൗബ. അത് പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ വളരെ സ്മരണീയമാണ്. കാരണം ഈ സന്ദർഭത്തിൽ നാം ഒരു മഹാമാസത്തെ സ്വീകരിക്കാൻ പോവുകയാണ്. ആ സ്വീകരിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഈ മാസമാകുന്ന ഈ ശഅബാനിൽ ഖുർആൻ വർദ്ധിപ്പിക്കുന്നത് പോലെ, നോമ്പ് വർദ്ധിപ്പിക്കുന്നത് പോലെ തൗബ ചെയ്തിട്ട് പാശ്ചാത്തപിച്ചിട്ട് നാം നല്ല
ക്ലിയറായ ബന്ധം അള്ളാഹുമായി ഉണ്ടാക്കണം. തൗബ ചെയ്ത് പാശ്ചാത്തപിച്ച് നാം ചെയ്യാൻ പോകുന്ന അമലുകളെയെല്ലാം അള്ളാഹു സ്വീകരിക്കാനുള്ളതായ പക്വതയും പാകതയുമുള്ള ആളായിട്ട് നാം മാറണം. അതിനുള്ള ചുറ്റുപാടും ലൈനും അതിനുള്ളതായ ഒരുക്കിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല റമളാനിനെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. ആ റമളാൻ വരെ ജീവിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായ വാക്ക് ഇവിടെ സ്മരണീയമാണ്. വതുബൂ ഇലല്ലാഹി ജമീഅ, നിങ്ങൾ മുഴുവനും എന്റെ അടിമകളെ അള്ളാഹുവിലേക്ക് പാശ്ചാത്തപിച്ച് മടങ്ങുക. അയ്യുഹൽ മുഅ്മിനൂൻ, ഏ സത്യവിശ്വാസികളെ, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കണമെന്ന് ബോധ്യമുണ്ടെങ്കിൽ. അതുകൊണ്ട് ഈ വരാൻ പോകുന്ന റമളാൻ ആസന്നമാകുന്ന സന്ദർഭത്തിൽ അതിനു മുമ്പായിട്ട് തന്നെ പാശ്ചാത്തപിച്ചുകൊണ്ട് ആ കുറ്റം സമ്മതിച്ചുകൊണ്ട് കൊല്ലത്തോട് കൊല്ലം 11 മാസം ചെയ്തു കൂട്ടിയതായ എന്തെല്ലാം തെറ്റുകൾ, എന്തെല്ലാം പാപങ്ങൾ, എന്തെല്ലാം വീഴ്ചകൾ നമ്മളിൽ നിന്ന് വന്നിട്ടുണ്ട്, അതെല്ലാം നാം എന്ത് വേണം? അള്ളാഹുവിനോട് കുറ്റം സമ്മതിച്ചുകൊണ്ട് പാശ്ചാത്തപിച്ചുകൊണ്ട് കരഞ്ഞ് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞിട്ട് കണ്ണുനീർ ധാരധാരയാക്കി ഒലിപ്പിച്ചിട്ട് കുറ്റം സമ്മതിക്കുക. ഇനി നാം ചെയ്യുന്നതായ തൗബ അത് മറ്റുള്ളവർക്കുള്ളതായ അവകാശത്തെ കുറിച്ചുള്ളതായ തൗബയാണെങ്കിൽ ആ അവകാശം അവർക്ക് വീട്ടുകയോ അല്ലെങ്കിൽ അവരോട് അനുവാദം ചോദിക്കുകയോ ചെയ്തിട്ട് ആ തൗബ ശർത്തത്തെ തൗബയാക്കി മാറ്റാൻ വേണ്ടി പാടുപെടുക. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന് വളരെ ഇഷ്ടമാണ് അടിമ തൗബ ചെയ്യുക എന്നത്. എത്രത്തോളം ലല്ലാഹു അഫ്റഹു ബി തൗബത്തി അബ്ദിഹി, അടിമ തൗബ ചെയ്യുമ്പോൾ അള്ളാഹു എത്ര സന്തോഷിക്കുന്നു എന്നതിലേക്ക് ഒരു തെളിവായിട്ട് റസൂൽ ഉദ്ധരിക്കുകയാണ്. ഒരു വ്യക്തി അദ്ദേഹം മരുഭൂമിയിൽ യാത്ര ചെയ്യുകയാണ്. മരുഭൂമിയിൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നതായ കുതിരയോ ഒട്ടകത്തിന്റെയോ മീതെ അദ്ദേഹത്തിന്റെ ഭക്ഷണവും പാനീയവും എല്ലാം അതിന്റെ കൂടെയാണ്. അവിടെ വൃക്ഷത്തിന്റെ നിഴലിൽ അദ്ദേഹം ആ വാഹനത്തെ കെട്ടി അദ്ദേഹം ഉറങ്ങുകയും വിശ്രമിക്കുകയും ചെയ്യാൻ തീരുമാനിച്ച് ഉണർന്നു നോക്കുമ്പോൾ എന്തില്ല? അവന്റെ ആ വാഹനമില്ല. അവൻ മരുഭൂമിയിലാണ്. അവന് വെള്ളമില്ല, അവന്റെ ഭക്ഷണമില്ല, അവന്റെ വാഹനമില്ല എന്ന് പറഞ്ഞാൽ അവൻ മരിക്കുമെന്ന് ഉറപ്പ്, മരണത്തെ പ്രതീക്ഷിക്കുന്നതായ ഒരു അപകടത്തിലാണ് ചെന്നുപെട്ടിട്ടുള്ളത്. അതുകൊണ്ട് വിഷമത്തിന്റെ പ്രയാസത്തിന്റെ കടുപ്പം കൊണ്ട് അദ്ദേഹം ആ വൃക്ഷത്തിന് തണലിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹം പെട്ടെന്നതാ ആ മരണത്തോട് മല്ലിടുന്ന ആ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് അവൻ അന്വേഷിച്ച് പ്രയാസപ്പെട്ട് കണ്ടുകിട്ടാത്തതായ അദ്ദേഹത്തിന്റെ വാഹനം, അതിലുള്ള ഭക്ഷണം, അതിലുള്ള വെള്ളം എല്ലാം അവന്റെ മുമ്പിൽ കാണാൻ സാധിച്ചപ്പോൾ അവൻ അറിയാതെ സന്തോഷത്തിന്റെ കടുപ്പം കൊണ്ട് അല്ലാഹുമ്മ അൻത അബ്ദി വഅന റബ്ബുക, അല്ലാഹുവേ നീ എന്റെ അടിമയാണ്, ഞാൻ നിന്റെ റബ്ബാണ് എന്ന് പറഞ്ഞുപോയി. അറിയാതെ സന്തോഷം കൊണ്ട് പറഞ്ഞു പോയതാണ്. അതേ സമയത്ത് അവൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണ്? നീ എന്റെ റബ്ബാണ്, ഞാൻ നിന്റെ അടിമയാണ് എന്ന് പറയുന്നതിന് പകരം നേരെ മറിച്ച് പറഞ്ഞുപോയി. എന്ത് കാരണത്താൽ? സന്തോഷത്തിന്റെ കടുപ്പം കൊണ്ട്. അതിനേക്കാളും സന്തോഷിക്കുന്നു റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു അടിമ തൗബ ചെയ്തുകൊണ്ട് ആ യജമാനന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ. അതുകൊണ്ട് നാം എല്ലാവരും തൗബ ചെയ്തുകൊണ്ട് പാശ്ചാത്തപിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങാൻ വേണ്ടി തീരുമാനിക്കുക ഈ റമളാൻ മാസം ആസന്നമാകുന്നതിന് മുമ്പായിട്ട്. കാരണം നമ്മുടെ പട്ടിക ക്ലിയറായ പട്ടികയായി നാം ചെയ്യാൻ പോകുന്ന അമലുകൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതായ അമലായി മാറാൻ വേണ്ടി. അപ്പോൾ ഇന്ന് മക്ക ഇമാം ഉണർത്തിയതായ ആ തൗഹീദ് അത് മദീന ഇമാം തടയി വെച്ചതായ വിഷയവും തന്നെയാണ് തൗഹീദ്. ആ തൗഹീദിനെ അതിനെ യാതൊരു വീഴ്ചയില്ലാതെ അതിനെ മനസ്സിലാക്കേണ്ടതും മനസ്സിലാക്കി അതൊരു സബ്ജക്റ്റായി അത് പഠിപ്പിച്ച് തൗഹീദ് എന്ന് പറഞ്ഞാൽ തൊള്ള കൊണ്ട് മാത്രം പറയാനുള്ളതല്ല. അത് പണ്ഡിതന്മാരിലൂടെ പഠിച്ച് ക്ലാസ് എടുത്ത് കേട്ട് മനസ്സിലാക്കി ഫിറ്റാക്കേണ്ടതായ ഒരു കാര്യമാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഈ തൗഹീദ് അതിനെക്കുറിച്ച് പഠനം നടത്താതെ വെറും ഭാഷാപരമായ അറബി ഭാഷ പഠിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ കുറെ ഫിഖ് പഠിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ കുറെ ഹദീസ് പഠിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഏത് ഇൽമു പഠിച്ചതുകൊണ്ടോ, മതപരമായ ഇൽമാവട്ടെ മതപരമല്ലാത്ത ഇൽമാവട്ടെ, ഏത് ഇൽമു പഠിച്ചാലും തൗഹീദ് ഇല്ലാതെയാണ് പഠിച്ചതെങ്കിൽ അവന്റെ ജീവിതം ആസകലം നാം അവരുള്ളതായ പാളിച്ച നമുക്ക് വ്യാപകമായി കണ്ടുകൊണ്ടേയിരിക്കുന്നതാണ്. ആ പാളിച്ച എന്തുകൊണ്ട് കാണുന്നു? ദീനിൽ നിന്നിട്ട് ചിലപ്പോൾ വ്യതിരിച്ചു പോകുന്നു, ദീനിൽ നിന്നിട്ട് ചിലപ്പോൾ നിരീശ്വരവാദിയായി മാറുന്നു, നിർമ്മതവാദിയായി മാറുന്നു. എന്തുകൊണ്ട് അങ്ങനെയുള്ള അപകടത്തിൽ പെടുന്നു? അവൻ തൗഹീദിൽ ഉറച്ചു നിൽക്കാത്തത് കൊണ്ട്, അവൻ പഠിക്കേണ്ടതുപോലെ പഠിക്കാത്തത് കൊണ്ട്, ഖുർആനിൽ നൂറുകണക്കിന് പ്രാവശ്യം ചർച്ച ചെയ്തതായ വിഷയത്തിന് നൽകേണ്ടതായ പരിഗണന നൽകാത്തത് കൊണ്ട്, അത് ഉസ്താദന്മാരിലൂടെ ക്ലാസുകളിലൂടെ മദ്രസകളിലൂടെ ജാമിഅത്തുകളിലൂടെ വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട് പഠിക്കേണ്ടതായ ഒരു സബ്ജക്റ്റാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് തൗഹീദിലൂടെയാണ് നാം നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പടുത്തേണ്ടത്. അത് വ്യക്തി ജീവിതമാവട്ടെ, സാമൂഹിക ജീവിതമാവട്ടെ, സാമ്പത്തിക ജീവിതമാവട്ടെ, രാഷ്ട്രീയ ജീവിതമാവട്ടെ, ഭരണകൂടമാവട്ടെ, എല്ലാം തൗഹീദിലൂടെ സ്ഥാപിക്കുകയാണെങ്കിൽ നമുക്ക് അതിനുശേഷം മക്ക ഇമാം വിശദീകരിച്ചതായ സർവ്വ നിഅമത്തുകൾ നമ്മളിലേക്ക് ചൊരിയപ്പെട്ടുകൊണ്ടേ ഇരിക്കും. സംശയമേ ഇല്ല, യാതൊരു സംശയവുമില്ല. അങ്ങനെയുള്ളതായ വിശാലമായ അനുഗ്രഹത്തിന് ഇരയായവരിൽ നാം എല്ലാവരെയും അല്ലാഹു പെടുത്തു
പെടുത്തുമാറാകട്ടെ. രണ്ട് ഇമാമുകളും ഇന്ന് മക്കയിലും മദീനയിലും സൂചിപ്പിച്ചതായ വിശ്വാസപരമായ കാര്യത്തിന് നൽകേണ്ടതായ പ്രാധാന്യം നൽകിക്കൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായ ദാസികളായി ജീവിക്കുവാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. 5 വക്ത് നമസ്കാരം അതാതിന്റെ സമയത്ത് നമ്മിൽ നിന്നുള്ള പുരുഷന്മാർക്ക് ജമാഅത്തോടുകൂടി പള്ളിയിൽ വെച്ചിട്ട് നമസ്കരിക്കുവാനും അതാത് സമയത്ത് എവിടെയാണ് നമസ്കരിക്കുന്നത് അവിടെ കൃത്യമായി നമസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ നമ്മിൽ നിന്നിട്ടുള്ള സ്ത്രീകൾക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബറുകൾ അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റട്ടെ. നമ്മിൽ നിന്നിട്ട് രോഗമുള്ളവരുടെ രോഗത്തെ അള്ളാഹു സുഖപ്പെടുത്തട്ടെ. നമുക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മതത്തിൽ അടിയുറച്ച് നിന്ന് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ളതായ പരിപൂർണ്ണ ആരോഗ്യവും ആഫിയത്തും അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.